കലാഭവൻ മണി മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ജനം ഇന്നും മറന്നിട്ടില്ല. അത്രത്തോളം ജനപ്രീതിയുള്ള നടനായിരുന്നു മണി. മദ്യപാനമായിരുന്നു നടന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചത്. ഇത് കരിയറിലും ജീവിതത്തിലും പ്രശ്നമുണ്ടാക്കി. ഇതേക്കുറിച്ച് റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് എസ് പി ആർ കെ ജയരാജൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മണിക്കൂടാരം എന്നൊരു വീട് പണിതു. അത്യാവശ്യം വലിയ വീടാണ്. അവിടെ എന്താണ് താമസിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു. സാറിനോട് ഞാൻ പറയാം. അവിടെ എനിക്ക് താമസിക്കാൻ നിവൃത്തിയില്ലെന്ന് മണി പറഞ്ഞു. മണി അതിനപ്പുറത്ത് 10 സെന്റ് സ്ഥലം വാങ്ങി അവിടെ വീട് പണിതതാണ്. മണിയുടെ കൂട്ടുകാർ ഏത് നേരവും കയറി വരും. അപ്പോൾ ഫാമിലി ലൈഫ് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പുറത്തെ വീട് പണിതതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണ്? എറണാകുളത്ത് ഫ്ലാറ്റ് വാങ്ങിച്ച് കൂട്ടായിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. പറയുന്നത് നല്ലതാണ്. പക്ഷെ എനിക്ക് കഴിയില്ലെന്ന് മണി പറഞ്ഞു. എൻ്റെ നാട്ടിലെ ഒരു ഫംഗ്ഷന് മണിയെ വിളിച്ചു. ഫ്രീ അല്ല സാറേ, കോഴിക്കോട്ട് ഷൂട്ടിംഗ് ആണെന്ന് മണി പറഞ്ഞു. മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ എൻ്റെ നാട്ടിലുണ്ട്. ഈ പറഞ്ഞ ക്രോസ് ചെക്ക് ചെയ്യടാ എന്തോ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഷൂട്ടുമില്ല, ഒന്നുമില്ല. ആ പാടിൽ എല്ലാവരും കൂടിയിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞു. കലാഭവനിലെ കുറച്ചാളുകളുണ്ട്. അവിടെ ഇരിക്കും. എവിടെയും പോകില്ല. ഭാര്യയൊക്കെ പിണങ്ങി വീട്ടിൽ പോയെന്ന് തോന്നുന്നെന്നും അവൻ പറഞ്ഞു. അങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ. ആരെങ്കിലും ഇടപെടണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. ആര് വിളിച്ചാലും ഫോണെടുക്കില്ല. ഞാൻ അബു സലീമിനെ വിളിച്ചു. വയനാട് എൻ്റെ എസ് ഐ ആയിരുന്നു. മമ്മൂട്ടി വിളിച്ചാൽ എടുക്കുമെന്ന് പറഞ്ഞു. മമ്മൂട്ടി വിളിച്ചിട്ടും എടുത്തില്ല. പിറ്റേന്ന് ഒരുമിച്ച് മണിയെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. പിറ്റേന്നത്തെ വാർത്തയിൽ കണ്ടത് മണി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന് എന്നാണ്. സലാഡിൽ കുക്കുംബർ മണി നന്നായി കഴിക്കും. പലതും വിഷത്തിൽ മുക്കി വരുന്നതായിരിക്കും. അങ്ങനെ എങ്ങനെയോ വയറ്റിൽ വിഷാംശമെത്തി. വലിയ ഉയരത്തിലെത്തേണ്ട കലാകാരനായിരുന്നു. നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ മണി വിട്ടു പോകില്ലായിരുന്നു. ജാതിപരമായ ആക്ഷേപം മണിയെ ബാധിച്ചിരുന്നു. പല നടിമാരും എൻ്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറല്ലെന്ന് മണി പറയാറുണ്ട്. പക്ഷേ അവർക്ക് തമിഴ്നാട്ടിൽ വിജയകാന്തിനോടൊപ്പം അഭിനയിക്കാൻ പ്രശ്നമില്ല. ഞാനെന്ന ജാതിയിൽപ്പെട്ട കൊണ്ടാണോ അപകർഷതയെന്ന് മണിക്കുണ്ടായിരുന്നു. മണി പെട്ടെന്ന് ടെൻഷനാകുന്ന ആളാണ്. ടെൻഷനായാൽ ഒരെണ്ണം മേടിക്കുകയല്ലേ എന്ന് ചോദിക്കും. പൈസ അധികം ചെലവാക്കുന്ന ആളല്ല മണി. ഒരാൾക്ക് 5 പൈസ വഴിവിട്ട് കൊടുക്കില്ല. എന്നാൽ മദ്യപാനമുണ്ടായിരുന്നുവെന്നും ആർ കെ ജയരാജൻ പറഞ്ഞു. കേരള സ്പീക്ക് എന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മാർച്ച് 6-നാണ് കലാഭവൻ മണി മരിച്ചത്.